ചിത്രീകരണം പൂർത്തിയാകാതെ റിലീസ് പ്ലാനുകൾ എല്ലാം മാറ്റി പ്രതിസന്ധികളിലായിരിക്കുകയാണ് മമ്മൂട്ടി ഡീൻ ഡെന്നിസ് ചിത്രം ബസൂക്ക. മാസങ്ങൾക്ക് മുമ്പേ മമ്മൂക്കയുടെ ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിയ ചിത്രത്തിന് ഇനി ഒരു ഫൈനൽ ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ട്. പല കാരണങ്ങളാൽ ഷൂട്ട് നീണ്ടുപോയ ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഉടനെ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ ഗെയിം ത്രില്ലർ ചിത്രം എന്ന പ്രത്യേകതയോടെ ഒരുങ്ങുന്ന ചിത്രം അടുത്ത വർഷം ഫെബ്രുവരിയിൽ വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററിൽ എത്തിക്കാനായിരുന്നു അണിയർ പ്രവർത്തകർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ റിലീസ് പ്ലാനുകളും മാറ്റിയിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം അവസാനത്തോടെയാവും ബസൂക്കയുടെ റിലീസ്. അതിനിടയ്ക്ക് എബ്രഹാം ഓസ്ലർ, ഭ്രമയുഗം, യാത്ര 2, ടെർബോ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തും. നിലവിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടെർബോയിലാണ് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഷൂട്ട് പ്ലാൻ ചെയ്ത സിനിമയുടെ 50% ഷൂട്ട് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഇൻഡസ്ട്രികളിൽ നിന്നും ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി റിലീസ് ചെയ്യാനാണ് പ്ലാൻ. കോമഡിക്കും ആക്ഷനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുക്കുന്ന ചിത്രം ഫെസ്റ്റിവൽ റിലീസായി അടുത്ത വർഷം തിയേറ്ററുകളിലെത്തും. ബസൂക്കയ്ക്ക് വേണ്ടിയാണോ ടെർബോയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ചെയ്യൂ.